ഓം ശാന്തി. ഞാൻ എൻ്റെ ദിവ്യ നേത്രത്തിലൂടെ മസ്തകമധ്യത്തിൽ വിരാജമാനായ സ്വസ്വരൂപത്തെ കാണുന്നു. ഞാൻ ഒരു ജ്യോതിർമയ ആത്മാവാണ്. സർവശ്രേഷ്ഠ ഭാഗ്യവാൻ ആത്മാവാണ്. ഞാൻ അനുഭവം ചെയ്യുന്നു. എൻ്റെ മസ്തകത്തിൽ തിളങ്ങുന്ന ഭാഗ്യരേഖകൾ ശ്രേഷ്ഠമാണ്. ഞാൻ സാധാരണ ശരീരത്തിൽ വന്നിരിക്കുന്ന ബാബയെ തിരിച്ചറിഞ്ഞു. ബാപ്പ് ദാദ എനിക്ക് ഹൃദയം നിറഞ്ഞ സ്നേഹം നൽകുന്നു. ഞാൻ യോഗി ജീവിതം ജീവിക്കുന്ന നിരന്തര യോഗി ആത്മാവാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ് സദാ യോഗിയാവുക. ഞാൻ ആത്മാ സ്വമാനധാരിയാണ്, സ്വരാജ്യ അധികാരിയുമാണ്. സ്വമാനമുള്ളിടത്ത് ദേഹബോധമുണ്ടാകില്ല. ഞാൻ ഓരോ സ്വമാനത്തിൻ്റെയും മാല ജപിക്കുന്നു. സ്വമാന സ്വരൂപമായി മാറുന്നു. അനുഭവി മൂർത്തിയാക്കുന്നു. ഏറ്റവും വലിയ അധികാരം അനുഭവത്തിൻ്റെ അധികാരമാണ്. ഞാൻ അനുഭവത്തിൻ്റെ സ്വരൂപമാകുന്നു. പ്രവൃത്തികൾ ചെയ്യുമ്പോൾ കർമ്മയോഗിയാകുന്നു. ജ്ഞാനയോഗം, ധാരണ, സേവ എന്നിങ്ങനെ എല്ലാ വിഷയങ്ങളിലും അനുഭവി സ്വരൂപമായി മാറുന്നു. ബാപ്പ് ദാദ എല്ലാ കുട്ടികളെയും അനുഭവി സമ്പന്ന സ്വരൂപങ്ങളായി കാണാൻ ആഗ്രഹിക്കുന്നു. യോഗി ജീവിതത്തിൻ്റെ ലക്ഷ്യവും അനുഭവി മൂർത്തിയാകുന്നതിൻ്റെ ലക്ഷ്യവും പൂർത്തിയാകുന്നു. സ്വയം മസ്തകത്തിൽ പ്രകാശിക്കുന്ന ആത്മാവിൻ്റെ സ്മൃതി സ്വരൂപമാകണം. ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ഉള്ളിൽ ശക്തി അനുഭവമാകുന്നു. വ്യത്യസ്ത കർമ്മങ്ങളായിരിക്കും, എന്നാൽ അനുഭവ സ്വരൂപത്തിൻ്റെ അവസ്ഥ വ്യത്യസ്തമാകരുത്. സെക്കൻഡിൽ സ്വമാനത്തിൻ്റെ അനുഭവി സ്വരൂപത്തിൻ്റെ അനുഭവമുണ്ടാകണം. സേവനത്തിൽ സഫലതയുണ്ടാകുന്നു. ധാരണയിൽ സ്വഭാവ സംസ്കാരത്തിൻ്റെ പരിവർത്തനം. യോഗത്തിൽ അചഞ്ചലമായിരിക്കുന്നു. അനുഭവം സ്വാഭാവിക സ്വഭാവമാണ്. ഏതെങ്കിലും വരദാനത്തിൻ്റെ സ്വരൂപത്തിൻ്റെ അനുഭവിയായി അനുഭവം ചെയ്യുന്നു. പുരുഷാർത്ഥിയല്ല, അനുഭവിയാണ്. ദേഹി അഭിമാനി, സ്വമാനധാരി, സ്വരാജ്യ അധികാരി അത്രയും ഉറച്ചതാകണം. ഞാൻ സ്വയം ചെക്ക് ചെയ്യുന്നു. ഞാൻ ജ്ഞാനം കേൾക്കുന്നവരും കേൾപ്പിക്കുന്നവരുമായി മാറുന്നുണ്ടോ? ദേഹബോധത്തിൽ നിന്ന് സ്വമാനവും
സ്വരാജ്യ അധികാരിയുമായി മാറിയിരിക്കുന്നു. യോഗി സ്വരൂപത്തിന്റെ അർത്ഥമാണ് സ്വാഭാവികമായി ഓരോ ഗുണവും ധാരണ ചെയ്യണം. ജ്ഞാനയോഗത്തിന്റെ സ്വരൂപമാണെങ്കിൽ സ്വാഭാവികമായി ഓരോ ഗുണത്തിന്റെയും ധാരണയുണ്ടാകും. സേവനം എല്ലായ്പ്പോഴും അഖണ്ഡമായി നടന്നുകൊണ്ടിരിക്കും. സംബന്ധ സമ്പർക്കത്തിലും സേവനം ചെയ്യുന്നതാണ് സത്യസേവാധാരി. ആരുടെയും ദുർബല സംസ്കാരം നിങ്ങളുടെ ശുഭഭാവനയെ കുറക്കരുത്. ബ്രഹ്മബാബ അവസാനം ശുഭഭാവനയുടെയും ശുഭകാമനയുടെയും 3 വാക്കുകൾ പഠിപ്പിച്ചാണ് പോയത്. നിരാകാരി, നിർവികാരി, നിരഹങ്കാരി. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. ജ്ഞാനത്തിന്റെ പ്രകാശത്തിലൂടെ പുരുഷാർത്ഥത്തിന്റെ മാർഗം സഹജവും സ്പഷ്ടവുമാക്കുന്ന ഫരിസ്ത സ്വരൂപമാകുന്നു. പ്രകാശത്തിന്റെയും ശക്തിയുടെയും സ്വരൂപമാകുന്നതിനായി മനനം ചെയ്യുന്നതിന്റെയും സഹിക്കുന്നതിന്റെയും ശക്തി ആവശ്യമാണ്. മനസ്സിന് മനനശക്തിയും വാക്കിന് കർമ്മത്തിനും സഹനശക്തിയും ധാരണ ചെയ്യുന്നു. ഈ 2 ശക്തികളും പുരുഷാർത്ഥത്തിന്റെ മാർഗം സഹജവും സ്പഷ്ടവുമാക്കുന്നു. വ്യർത്ഥമായ സംസാരം നിരവധി പേരെ അസ്വസ്ഥരാക്കുന്നതാണ്. ഓം ശാന്തി.